ഹായ് സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ളത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ഭാഗം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് കമ്പനി എന്ന് പറഞ്ഞാൽ, എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ടു അച്ചീവ് ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനി എന്തിനാണോ ഫോം ചെയ്തിട്ടുള്ളത് ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 എന്ന ഭാഗത്താണ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനി അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. എന്താണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി നോൺ ആസ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റലിനെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വിത്ത് ഡെഫിനിറ്റ് വാല്യൂ കോൾഡ് ഷെയർസ്. ആ ഒരു ക്യാപിറ്റൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. വിത്ത് ഡെഫിനിറ്റ് വാല്യൂ ഉള്ള ആ ഒരു ക്യാപിറ്റൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ യൂണിറ്റ്സിന് പറയുന്ന പേരാണ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് ഷെയർസ് കൂടി ചേർന്നിട്ടുള്ളതാണ്. ഷെയർ ക്യാപിറ്റലിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫേസസ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, നോമിനൽ ഓർ രജിസ്റ്റേർഡ് ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഈസ് കോൾഡ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് which the company is authorized to raise by way of public subscription. മാക്സിമം എമൗണ്ട് ആണ്, പബ്ലിക്കിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാം? രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. രണ്ടാമത്തത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. It is the part of the authorized capital which is issued to the public for subscription. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് എന്ത് ചെയ്യുക? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുക. ആ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിമൈനിങ് പാർട്ട് ഈസ് നോൺ ആസ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്യാത്ത റിമൈനിങ് പാർട്ടിനെ നമുക്ക് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റലിൽ നിന്നും ഒരു ഭാഗം മാത്രമേ എന്ത് ചെയ്യൂ? പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. ആ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലിനെ നമുക്ക് എന്ത് പറയാം? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. മറ്റൊരു കാറ്റഗറി ആയിട്ട് ഇരിക്കുമ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഓർ അപ്ലൈഡ് ഫോർ ബൈ ദ പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. കമ്പനി ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ആളുകൾ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഒരു ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് അപ്പ് ബൈ ദി കമ്പനി കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു, ആ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഇനി കമ്പനി കോളപ്പ് ചെയ്യാണ്. ആദ്യം നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് ഒരു ഭാഗം ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് കുറച്ച് ഭാഗം സബ്സ്ക്രൈബ് ചെയ്തു. ആ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്നും കുറച്ച് ഭാഗം കമ്പനി എന്ത് ചെയ്യും? കോളപ്പ് ചെയ്യാണ്. ദ എമൗണ്ട് ഓൺ ദ ഷെയർസ് വിച്ച് ഈസ് ആക്ച്വലി ഡിമാൻഡഡ് ബൈ ദ കമ്പനി ടു ബി പെയ്ഡ് ഈസ് നോൺ ആസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നമ്മൾ കമ്പനി ആവശ്യപ്പെടുന്ന എമൗണ്ട് ആണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ എമൗണ്ടും കമ്പനി വാങ്ങിക്കൊള്ളണമെന്നില്ല. ആവശ്യാനുസരണം ഡിമാൻഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലായിട്ട് കൊടുത്തിട്ടുള്ള ക്യാപിറ്റലിനെ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി ഓതറൈസ്ഡ് രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റലിൽ നിന്നും കുറച്ച് പോർഷൻസ് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നും കമ്പനി ഡിമാൻഡ് ചെയ്യുന്നു. അതിന് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം.
കോൾഡ് അപ്പ് ചെയ്തതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലായിട്ട് എത്രയാണോ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി അൺപെയ്ഡ് ബാലൻസ് ഓൺ ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് അൺപെയ്ഡ് ക്യാപിറ്റൽ ഓർ കോൾസ് ഇൻ അരിയർ. കമ്പനി കോൾഡ് അപ്പ് ചെയ്ത സമയത്ത് ഇനി എന്തെങ്കിലും അൺപെയ്ഡ് ആയിട്ട് ബാലൻസ് ആയിട്ട് അവിടെ പെയ്ഡ് അപ്പ് ചെയ്യാതെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് നൽകാതെ നിൽക്കുകയാണെങ്കിൽ ആ ഷെയർസിനെ നമുക്ക് കോൾസ് ഇൻ അരിയർ എന്ന് പറയാം, അല്ലെങ്കിൽ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി ലാസ്റ്റ് പറയുന്നു റിസർവ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് ആൻഡ് വിച്ച് വിൽ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് ആക്കി കീപ്പ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. വിച്ച് വിൽ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമേ ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യുള്ളൂ, എടുക്കുകയുള്ളൂ. അതിന് പറയുന്ന പേരാണത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എ കമ്പനി മേ ഡിറ്റർമൈൻ ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ മേ സെറ്റ് അപ്പാർട്ട് എ പോർഷൻ ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് റിസർവ് ക്യാപിറ്റൽ. നമ്മൾ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ത് ചെയ്യും, പാസ് ചെയ്യും ടു ഡിറ്റർമൈൻ, ഇത് തീരുമാനിക്കാൻ വേണ്ടി റിസർവ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യും. ഈ അൺകോൾഡ് ക്യാപിറ്റലിന് എത്രയാണ് റിസർവ് ആക്കി വെക്കേണ്ടത്, ആ ഒരു ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സച്ച് എ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഓർഡിനറി ക്യാപിറ്റൽ വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. ആ റിസർവ് ക്യാപിറ്റൽ ഒരിക്കലും ഓർഡിനറി ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. കോർട്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും ഈ ഒരു റിസർവ് ക്യാപിറ്റലിനെ ഓർഡിനറി ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇത്രയാണ് നമുക്ക് കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഒരു എക്സാമ്പിളിലൂടെ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. രജിസ്റ്റർ ചെയ്ത ഷെയർ ക്യാപിറ്റലിനാണ് നമ്മൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 10 രൂപ വിലയുള്ള 1,00,000 ഷെയർ, അങ്ങനെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഈ എക്സാമ്പിളിലൂടെ നമുക്ക് പറയാൻ കഴിയുക. അതിൽ 80,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 1,00,000 ഷെയർ ഉണ്ട്, അതിൽ 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു അറ്റ് ₹10. 10 രൂപ വെച്ചിട്ട് 80,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അങ്ങനെ 8 lakh rupees. അത് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റലായിട്ട് പരിഗണിക്കുന്നു. ഇറ്റ് ഇസ് ആ പാർട്ട് ഓഫ് നോമിനൽ ക്യാപിറ്റൽ. നോമിനൽ ക്യാപിറ്റലിൻ്റെ പാർട്ടായിട്ടാണ് ഇഷ്യൂഡ് ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ള 20,000 ഷെയറിന് നമുക്ക് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം പബ്ലിക് എന്ത് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇപ്പോൾ 60,000 ഷെയർസ് ആണ് പബ്ലിക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ₹10. 10 രൂപ വെച്ചിട്ട് 60,000 ഷെയർസ് ആണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ബാക്കി 20,000 അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലായിട്ട് നമുക്ക് പറയാം. സബ്സ്ക്രൈബ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് അപ്ലൈഡ് ബൈ ദി പബ്ലിക് അല്ലെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഷെയർ ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നെക്സ്റ്റ് 60,000 ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു, അതിൽ 10 രൂപ വെച്ചിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്. ഇനി കമ്പനി ഡിമാൻഡ് ചെയ്യാണ് കോൾഡ് അപ്പ് ചെയ്യാന്ന്, സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോട് ഡിമാൻഡ് ചെയ്യുന്നു, ആവശ്യപ്പെടുന്നു, കോൾഡ് അപ്പ് ചെയ്യുന്നു. ₹7 പെർ ഷെയർ, ഒരു ഷെയറിന് 7 രൂപ വെച്ചിട്ട് 60,000 ഷെയർ കോൾഡ് അപ്പ് ചെയ്യുന്നു. അങ്ങനെ 4,20,000 രൂപ കോൾഡ് അപ്പ് ചെയ്തു. ബാക്കി 3 ഷെയർ എന്ത് ചെയ്തിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല. നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ആ കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ളതിൽ ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. എല്ലാം കോൾഡ് അപ്പ് ചെയ്താൽ എല്ലാം എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തോളണമെന്നില്ല. ആ ബാക്കിയുള്ള ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് എമൗണ്ട് കൊടുക്കാതിരിക്കുമ്പോൾ അതിനെ നമ്മൾ കോൾസ് ഇൻ അരിയർ ആയിട്ടാണ് പരിഗണിക്കുക. ഡിമാൻഡ് ചെയ്യുന്നു, ആദ്യം നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞു, അതിൽ നിന്നും ഒരു ഭാഗം ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ ചെയ്ത ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ഭാഗം സബ്സ്ക്രൈബ് ചെയ്യുന്നു, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നു, എല്ലാ ഷെയറും സബ്സ്ക്രൈബ് ചെയ്തു, അപ്ലൈ ചെയ്തു. അതിൽ ഒരു ചെറിയ ഭാഗം ഒരു 7 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു, കോൾഡ് അപ്പ് ചെയ്തു. ആ കോൾഡ് അപ്പ് ചെയ്തപ്പം 4,19,000 രൂപയാണ് ഷെയർ ഹോൾഡേഴ്സ് പെയ്ഡ് അപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി 1000 രൂപ നമുക്ക് എന്ത് പറയാം, കോൾസ് ഇൻ അരിയർ ആയിട്ട് നമുക്ക് പറയാം. ഇനി അൺകോൾഡ് ക്യാപിറ്റൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തപ്പം ₹7 വെച്ചിട്ടായിരുന്നു കോൾഡ് അപ്പ് ചെയ്തിരുന്നത്. ബാക്കിയുള്ള അൺകോൾഡ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുക,
റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. 3 പെർ ഷെയർ ആണ്. 60,000 ഷെയറിൽ 3 പെർ ഷെയർ വെച്ചിട്ട് 1,80,000 അൺകോൾഡ് ക്യാപിറ്റലായിട്ട് കമ്പനി വെച്ചു. അതിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇത്രയാണ് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് പറയാൻ കഴിയുക. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ റിസർവ്. പലപ്പോഴും എല്ലാവരും കേട്ട ഒരു ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ റിസർവ്. നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇത് തമ്മിൽ ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. റിസർവ് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയുക, റിസർവ് ക്യാപിറ്റൽ അവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയാം. റിസർവ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഒരിക്കലും റിസർവ് ക്യാപിറ്റൽ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഇറ്റ് മേ ബി ഷോൺ ആസ് നോട്ട് ടു ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ താഴെ ഒരു നോട്ടായിട്ടാണ് റിസർവ് ക്യാപിറ്റലിനെ നമ്മൾ കാണിക്കുക. എങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡിങ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിൽ ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ റിസർവ് കാണിക്കുക. റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ഒരിക്കലും ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസസ്. ക്യാപിറ്റൽ റിസർവുകൾ ക്യാപിറ്റൽ ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കും. നെക്സ്റ്റ് വരുന്നത് ഇറ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. റിസർവ് ക്യാപിറ്റൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കില്ല. ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കും. എക്സ്ക്ലൂഡിങ് റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കമ്പൽസറി അല്ല. നേരെ മറിച്ച് ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ഈസ് കമ്പൽസറി ടു ക്രിയേറ്റ് ഇൻ കേസ് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ദി കമ്പനി. കമ്പനി ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഭാഗം നിർബന്ധമായിട്ടും ക്യാപിറ്റൽ റിസർവ് ആയിട്ട് നീക്കി വെക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കണം. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ്. ക്യാപിറ്റൽ റിസർവ് കീപ്പ് ചെയ്യാൻ നോ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈസ് റിക്വയർഡ്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യവും ഇതിനില്ല. നെക്സ്റ്റ് ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി ഇഫ് റിക്വയർഡ്. ലിക്വിഡേഷൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഒരു റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ഓൾ ദ ക്യാപിറ്റൽ ലോസസ്. ഇവിടെ എല്ലാ ക്യാപിറ്റൽ ലോസസും റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് പ്രധാനമായിട്ടും റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ കഴിയുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഷെയർസ് ആണുള്ളത്? പ്രധാനമായിട്ടും 2 ടൈപ്സ് ആണ്. ഒന്ന് പ്രിഫറൻസ് ഷെയർസ്, സെക്കൻഡ് വൺ ഇക്വിറ്റി ഷെയർസ്. എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്? പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് വിച്ച് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിനേക്കാളും കൂടുതൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. എന്തിൻ്റെയൊക്കെയാണ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത്? പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആദ്യം കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർസിനായിരിക്കും. ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റീപേയ്മെൻറ്റും ആദ്യം ഉണ്ടാവുന്നത് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർസിനാണ്. ഈ 2 കാര്യങ്ങൾ ഇക്വിറ്റിയിലേക്കാളും മുമ്പേ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഷെയർസിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഒരു മുൻഗണന പദവിയുള്ള ആളുകളാണ് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ ഹോൾഡർ ഓഫ് പ്രിഫറൻസ് ഷെയർസ് വിൽ ഗെറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഈ പ്രിഫറൻസ് ഷെയർസ് എടുത്ത ആളുകൾക്ക് ലഭിക്കുന്നത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കും ഓൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻഡ് കിട്ടുന്നതിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു പ്രത്യേക പ്രിഫറൻസ് ഉള്ള ഷെയർ ഷെയർസിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള
പ്രിഫറൻസ് ഷെയർസ് ആണുള്ളത്. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് നമ്മൾ പറയുകയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. If the company does not earn adequate profit in any year, dividend on preference shares may not be paid for that year. If the preference shares are cumulative, such unpaid dividends are treated as arrears and can be carried forward to subsequent years and paid out of the profit. Cumulative preference shares, cumulation എന്ന് പറയുന്നത് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് ഒരു ഏതെങ്കിലും ഒരു ഇയറിൽ അഡീക്വേറ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അന്നത്തെ പ്രോഫിറ്റ് ഒരു അരിയറായിട്ട് വെക്കും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിന് ആ ഒരു വർഷം ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ് എന്നുണ്ടെങ്കിൽ ആ നൽകാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള ഡിവിഡൻസ് ഒരു അരിയറായിട്ട് ട്രീറ്റ് ചെയ്യുകയും നെക്സ്റ്റ് വരുന്ന സബ്സിക്വൻ്റ് ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്നും ഈ അരിയറുള്ള ഡിവിഡൻഡുകളൊക്കെ എന്ത് ചെയ്യും, നൽകുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് കിട്ടില്ല, ഡിവിഡൻഡ് കിട്ടാതിരിക്കില്ല. ഒരു എന്നാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ആ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അരിയേഴ്സ് ഉള്ള എല്ലാ ഡിവിഡൻഡും എന്ത് ചെയ്യും, അപ്പോൾ നൽകും. ആ ഒരു തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർസിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഇൻ ദി കേസ് ഓഫ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഡു നോട്ട് അക്യുമുലേറ്റ്. അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം ലോസ് ആണ് ലഭിച്ചത് എങ്കിൽ നമുക്ക് അന്നത്തെ ഡിവിഡൻഡ് നമുക്ക് ലഭിച്ചോളണം എന്നില്ല. ഇനി അരിയേഴ്സ് എന്തില്ല, ഒരിക്കലും അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഇഫ് ഇൻ എ പർട്ടിക്കുലർ ഇയർ there is no profit as to distribute it among the shareholders, they will not get any dividend for that year and they cannot claim it in the next year during which period there might be profit. ഇപ്പോൾ ഏതെങ്കിലും ഒരു വർഷം ലോസ് ആണ് സംഭവിച്ചത് എങ്കിൽ പിറ്റത്തെ വർഷം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു, ആ ലോസ് സംഭവിച്ച ഇയറിലെ അരിയർ ആയിട്ടുള്ള ഡിവിഡൻഡ് ഒരിക്കലും നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് കിട്ടില്ല. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഏത് ഇയറാണോ പ്രോഫിറ്റ് ഉള്ളത് ആ ഇയറിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഒരിക്കലും അരിയർ ആയിട്ട് വന്നിട്ടില്ല, ഏതെങ്കിലും ഒരു ഇയർ ഡിവിഡൻഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അരിയർ ആയിട്ട് ഒരിക്കലും പിറ്റത്തെ വർഷം എന്ത് ചെയ്യില്ല, പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻഡ് ലഭിക്കില്ല. അങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ദ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ in the surplus profit of the company in addition to the fixed rate of preference dividend are known as participating preference shares. Participating preference shares എന്ന് പറയുന്നത് which are entitled to share in the surplus profit of the company. കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു അർഹതയുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. Participating preference shareholders obtain return on their capital in two forms. First one fixed dividend, second one shares in excess profit. പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. ഒന്ന് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, നിലവിൽ അവർക്ക് ലഭിക്കുന്ന ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡിൽ അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ എക്സസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കൂടി ലഭിക്കുന്ന ഷെയർസിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും കിട്ടും, അതുപോലെ തന്നെ എക്സസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയറും കൂടെ ലഭിക്കുന്ന ഷെയറാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ദീസ് ഷെയർസ് ഗെറ്റ് ഓൺലി എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ദീസ് ഡു നോട്ട് ഗെറ്റ് ഷെയർ ഇൻ ദി സർപ്ലസ് പ്രോഫിറ്റ്. ഒരിക്കലും എന്ത് കിട്ടുന്നില്ല, സർപ്ലസ് പ്രോഫിറ്റ് കിട്ടുന്നില്ല, അവർക്ക് ലഭിക്കുന്ന ആ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ക്യാൻ ഇഷ്യൂ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ വിത്തിൻ 20 years ഫ്രം ദി ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനികൾക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം വിത്തിൻ 20 years ഫ്രം ദി ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 20 yearsനോട് കൂടെ റെഡീം ചെയ്യാൻ പറ്റുന്ന ഷെയർസിനാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. Next, convertible preference shares. These shares are given the right of conversion into equity shares within a specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയർസിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ്
ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, CCP ഷെയർസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. These shares are convertible into equity shares between 3 to 5 years. 3 to 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയർസിനെയാണ് നമ്മൾ CCP ഷെയർസ് എന്ന് പറയാം. The shareholders are entitled to receive arrears of dividend if any after conversion. കൺവേർട്ട് ചെയ്തതിന് ശേഷം അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള അർഹത ഷെയർ ഹോൾഡേഴ്സിനുണ്ടായിരിക്കും. The rate of dividend is 10%. 10% ഈ CCP ഷെയർസിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ വിൽ ബി ₹100. 100 രൂപയാണ് ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. These shares must be converted into equity shares within the specified period. ഈ സ്പെസിഫൈഡിൻ്റെ പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ഇക്വിറ്റി ഷെയർ ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഷെയർസിനെയാണ് നമ്മൾ CCP ഷെയർസ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് അല്ലാത്ത ഷെയറുകളെ നമുക്ക് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇക്വിറ്റി ഷെയർസ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻറ്റിൻ്റെയും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് ഒരിക്കലും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ത് ചെയ്യില്ല, ക്യാരി ചെയ്യുന്നില്ല. നമ്മൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ അവിടെ പറഞ്ഞിരുന്നു ഇക്വിറ്റി ഷെയർസിനേക്കാളും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തിൻ്റെ മുകളിലായിരുന്നു, ഡിവിഡൻറ്റിൻ്റെയും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെയും. ആ ഇക്വിറ്റി ഷെയർസിന് ഒരിക്കലും ഡിവിഡൻറ്റിൻ്റെ മുകളിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ റീപേയ്മെൻറ്റിൻ്റെ മുകളിലും ഒരിക്കലും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർഡിനറി ഷെയർസ്. ഓർഡിനറി ഷെയർസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഇക്വിറ്റി ഷെയർസ് ഓൺലി ആഫ്റ്റർ പേയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഡിവിഡൻഡിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് ഫിക്സ്ഡ്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഒരിക്കലും എന്തല്ല, ഫിക്സ്ഡ് അല്ല. ഇക്വിറ്റി ഷെയർസ് മോസ്റ്റ് റിസ്ക് ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഷെയർസ് വിൽ ഗെറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആഫ്റ്റർ മീറ്റിംഗ് ദ ക്ലെയിംസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനും മറ്റുള്ള ക്രെഡിറ്റേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ റീപേയ്മെൻറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വിറ്റി ഷെയർസിനെ സാധാരണഗതിയിൽ നമ്മൾ റിസ്ക് ബിയറിംഗ് സെക്യൂരിറ്റീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും ഇക്വിറ്റി ഷെയർസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്, സെക്കൻഡ് വൺ നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്. വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെർപ്പച്വൽ ഷെയർ ആണ്, മടക്കി നൽകേണ്ട ആവശ്യമില്ല. റെസിജ്വൽ ഷെയർ ആണ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ആയിട്ട് കിട്ടും. നേരത്തെ പറഞ്ഞിരുന്നു റിസ്ക് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആണെന്ന് പറഞ്ഞിരുന്നു. എല്ലാ ക്ലെയിമുകളും മീറ്റ് ചെയ്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ക്ലെയിം നൽകിയതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർസിന് കിട്ടുള്ളൂ. ഓണർഷിപ്പ് ഷെയർ ആണ്. ഇതാണ് വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എലിജിബിൾ ടു ഗെറ്റ് എ ഹയർ ഡിവിഡൻഡ് ദാൻ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്. വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസിനേക്കാളും ഒരു ഹയർ ഡിവിഡൻഡ് ആയിരിക്കും നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസിന് ലഭിക്കുക. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു പേ ഡിവിഡൻഡ് ഫോർ 3 years, നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ് ബിക്കം വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്. 3 വർഷം ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഫെയിൽസ് ടു പേ ഡിവിഡൻഡ് ഫോർ 3 years, 3 വർഷത്തിന് ഡിവിഡൻഡ് കൊടുക്കാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ് എന്തായി മാറും, വോട്ടിംഗ് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറും. ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു 2 ക്ലാസിഫിക്കേഷനാണ് ഇക്വിറ്റി ഷെയർസിൽ പറയാനുള്ളത്. ഒന്ന് വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്, സെക്കൻഡ് വൺ നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്. എങ്ങനെയൊക്കെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഡയറക്റ്റ് ടു വൺ ഇൻവെസ്റ്റർ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനോ, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്കോ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പ്രൊമോട്ടേഴ്സിനൊക്കെ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. സെൽ ഷെയർസ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിതൗട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാതെ ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ദേ ആർ പ്രൈവറ്റ്ലി കൺസൾട്ട് ആൻഡ് സെൽ ഷെയർ. പ്രൈവറ്റായിട്ട് കൺസൾട്ട് ചെയ്യുകയും ദെൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ
പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റൈറ്റ് ഇഷ്യൂ. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിൽ കമ്പനീസിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പോൾ നിലവിൽ ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് അവരുടെ ഷെയർ ഹോൾഡിങ്സിൻ്റെ അവർക്ക് എത്രയാണോ ഷെയർ ഉള്ളത് അതിനാനുപാതികമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ. ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്സിൻ്റെ ആനുപാതികമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് പബ്ലിക് ഇഷ്യൂ. ഇറ്റ് മീൻസ് സെല്ലിംഗ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ടു പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്ന പബ്ലിക്കിലേക്ക് സെല്ല് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് നൽകുന്ന ഒരു ഇൻവിറ്റേഷനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ പബ്ലിക്കിലേക്ക് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ്, IPO എന്ന് പറയും. സെക്കൻഡ് വൺ ഓഫർ ഫോർ സെയിൽ. IPO എന്ന് പറയുന്നത് എ കമ്പനി സെൽ ഷെയർസ് ഓർ സ്റ്റോക്ക് ടു ദ ജനറൽ പബ്ലിക് ഫോർ ഫസ്റ്റ് ടൈം. തുടക്കത്തിൽ ഇഷ്യൂ ചെയ്യുന്നതിനാണ് IPO എന്ന് പറയാം. ഫസ്റ്റ് ഓഫറിംഗ് ഓഫ് എ കമ്പനി ടു ദ ഇൻവെസ്റ്റേഴ്സിന് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഓൾ ഷെയർസ് ആർ അലോട്ടഡ് ടു ആൻ ഇന്റർമീഡിയറി. ദീസ് ഇന്റർമീഡിയറി ക്യാൻ സെൽ ദീസ് ഷെയർസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് എല്ലാ ഷെയർസും ഒരു ഇന്റർമീഡിയറ്റ്സിന് അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കറിന് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ദീസ് ഇന്റർമീഡിയറി ക്യാൻ സെൽ ദീസ് ഷെയർസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ആ ഒരു ഇന്റർമീഡിയറി ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു 5 മെത്തേഡിലൂടെയാണ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നു. റൈറ്റ് ഇഷ്യൂ, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്സിൻ്റെ ആനുപാതികമായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. മൂന്നാമത്തത് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൽ രണ്ടെണ്ണമുണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഓഫർ ഫോർ സെയിൽ. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അതിൽപ്പെട്ടതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഫസ്റ്റ് ടൈം ഇഷ്യൂവിനാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറീസിന് ആദ്യം സെല്ല് ചെയ്യുന്നു, ദെൻ അതിനുശേഷം ഇൻ്റർമീഡിയറീസ് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. എന്താണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീലോട് കൂടെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്, ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബെഞ്ചേഴ്സ്, സ്റ്റോക്ക്, ബോണ്ട്സ്, എനി അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ഓർ നോട്ട്. ഡിബെഞ്ചർ കമ്പനീസ് ആക്ട് പ്രകാരം ഡിബെഞ്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിബെഞ്ചർ ആവാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം. Debenture is an instrument in writing given by a company acknowledging the liability for the total amount received as a result of issue of debenture and agreeing thereby to pay the money raised after the expiry of the stipulated period at a certain rate of interest per annum. ഡിബഞ്ചർ ഇഷ്യൂവിൻ്റെ ഭാഗമായി ലഭിച്ച ടോട്ടൽ എമൗണ്ടിൻ്റെ ലാബിലിറ്റി അംഗീകരിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് ഒരു നിശ്ചിത പലിശ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന രേഖാമൂലമുള്ള ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി ബോണ്ടും ഡിബഞ്ചറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ കോമൺ സീലോട് കൂടെ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ് ബോണ്ട്. അവിടെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. മുൻകൂട്ടി തീരുമാനിക്കില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരിക്കലും മുൻകൂട്ടി തീരുമാനിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ബോണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മുൻകൂട്ടി തീരുമാനിക്കില്ല അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിബഞ്ചറിൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മുൻകൂട്ടി തീരുമാനിക്കും. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് മാക്സിമം ഡിസ്കൗണ്ട്. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് മാക്സിമം ഡിസ്കൗണ്ടിലാണ്. ഡിബഞ്ചർ ഈസ് ലെസ്സർ ഡിസ്കൗണ്ട്. ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ലെസ്സർ ഡിസ്കൗണ്ട്, വളരെ കുറഞ്ഞ ഡിസ്കൗണ്ടിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്.
ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും അതുപോലെ തന്നെ റെഡീം ചെയ്യുന്ന പ്രൈസിൻ്റെയും ഡിഫറൻറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ ബോണ്ടിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിബഞ്ചറിൽ the interest on debenture is calculated on the basis of its face value and rate of interest. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂവിൻ്റെ ബേസിസിലാവും, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇനി ഷെയറും ഡിബഞ്ചറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഷെയർ ഈസ് എ പാർട്ട് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ. ഷെയർ ഓൺഡ് ക്യാപിറ്റൽ ഭാഗമാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ലോൺ ഓർ ബോറോവ്ഡ് ക്യാപിറ്റൽ. കമ്പനി കടമായിട്ട് വാങ്ങുന്നതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർസ്. ഷെയറിന് ഡിവിഡൻഡ് ആണ് നൽകുക. ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചറിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ. ഓരോ വർഷവും ഡിവിഡൻറ്റിന് റേറ്റ് മാറ്റം വരാം. പ്രോഫിറ്റിനനുസരിച്ച് ഡിവിഡൻറ്റിന് മാറ്റം വരാം. ഡിബഞ്ചറിൻ്റെ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായാലും ഫിക്സ്ഡ് ആയിരിക്കും. എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കുക. ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡിവിഡൻഡ് ലഭിക്കുകയുള്ളൂ. ദ ഡിബഞ്ചർ ഹോൾഡർ ഗെറ്റ്സ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ നോട്ട്. പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നതാണ്. എ ഷെയർ ഹോൾഡർ ഈസ് എ പ്രൊപ്പറൈറ്റർ. ഷെയർ ഹോൾഡർ പ്രൊപ്പറൈറ്റർ ആയിരിക്കും. ഡിബഞ്ചർ ഹോൾഡർ ഈസ് എ ക്രെഡിറ്റർ. ഡിബഞ്ചർ ഹോൾഡർ ക്രെഡിറ്റർ ആയിരിക്കും. പണം നൽകാൻ കടം വാങ്ങിയതാണ് കമ്പനി, അപ്പോൾ പണം നൽകാവുന്ന ആളുകളാണ് ഡിബഞ്ചേഴ്സ്. ഷെയർ ഹോൾഡർ എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. ഡിബഞ്ചർ ഹോൾഡർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. ഷെയർസ് കാനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർ ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ കഴിയും. ഇത്രയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ട്? പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ പേഴ്സൺ റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ പേര് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ട്രാൻസ്ഫേർഡ് ഓൺലി വിത്ത് ദ നോളജ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അറിവോടുകൂടെ മാത്രമേ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ട്രാൻസ്ഫറബിൾ ഓൺലി ബൈ ട്രാൻസ്ഫർ ഡീഡ്. ട്രാൻസ്ഫർ ഡീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ ബിയറർ. ബിയറർക്ക് നൽകുന്ന ഡിബഞ്ചറിയാണ് ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദ കമ്പനി മെയിൻറ്റെയിൻസ് നോ രജിസ്റ്റർ ഫോർ ദീസ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിന് ഒരിക്കലും രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യില്ല. ദീസ് ആർ ട്രാൻസ്ഫറബിൾ ബൈ മെയർ ഡെറിവലി. ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. നോട്ട് റിക്വയർ ട്രാൻസ്ഫർ ഡീഡ്. ട്രാൻസ്ഫർ ഡീഡിൻ്റെ ഒരു ആവശ്യവും ബിയർ ഡിബഞ്ചേഴ്സിന് ഇല്ല. നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഡിബഞ്ചർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഒന്ന് സെക്യൂർഡ് ഓർ മോർട്ടഗേജ് ഡിബഞ്ചർ. ദീസ് ഡിബഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ബൈ ദ അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് എടുക്കുന്ന ഡിബഞ്ചറിനെയാണ് നമ്മൾ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അൺസെക്യൂർഡ് ഓർ നേക്ഡ് ഡിബഞ്ചേഴ്സ് ആണ് രണ്ടാമത്തത്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് സെക്യൂർഡ് ഓൺ എനി അസറ്റ്. ഒരു അസറ്റും സെക്യൂരിറ്റി ആയിട്ട് വെക്കാതെ എടുക്കുന്ന ഡിബഞ്ചറിനെയാണ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ ബേസിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഒന്ന് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ റീപേബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഏതർ ഇൻ ലംസം ഓർ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു നിശ്ചിത പീരീഡിന് ശേഷം റീപേ ചെയ്യുന്ന ഡിബഞ്ചറിനെയാണ് നമ്മൾ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ലംസമായിട്ടാവാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാവാം. മറ്റൊന്ന് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ആർ നോട്ട് റെഡീമബിൾ ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കലും അത് റെഡീം ചെയ്യാത്ത ഡിബഞ്ചറിനെയാണ് നമ്മൾ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദി ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ് വിത്തിൻ ഓർ ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ അതിനുശേഷം ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിബഞ്ചറിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദീസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ഗിവ് എനി ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഷെയർസ്. ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയാത്ത ഡിബഞ്ചറിനെ നമുക്ക് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം.
വളരെ പ്രധാനപ്പെട്ട കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.